ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ശ്രേയസിനെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും അവർക്ക് തൊഴിൽ വിജയം എങ്ങനെ നേടിയെടുക്കാം, വിദ്യാവിജയം എങ്ങനെ നേടിയെടുക്കാം, സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം, കടങ്ങൾ എങ്ങനെ വീട്ടാം, അതിനുള്ള പരിശ്രമങ്ങൾ ഏത് രീതിക്ക് നടക്കണം, പരിശ്രമിക്കാതെ നടക്കുകയില്ല, പ്രവർത്തനങ്ങളിലെ ചില മാറ്റങ്ങൾ എങ്ങനെയാണ് വരുത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുകൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. സന്താന കാര്യത്തിലെ ബുദ്ധിമുട്ടുകളായാലും, വിവാഹ തടസ്സമായാലും, തൊഴിൽ തടസ്സമായാലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഗൃഹഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് അവസരമുണ്ടായി. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന ആൾക്കാർ അവർ മേടം രാശിക്കാരാണ്. മേടം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രം വളരെയധികം മാനസിക ശക്തി ഉള്ള വ്യക്തികളാണ്. അത് അവർക്ക് ഭാഗ്യവും കൂടി തുണയായിട്ട് ഈശ്വരാധീനവും ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ്. ഈ രംഗത്ത് ഉള്ളവർ ചില വ്യക്തികളെങ്കിലും നല്ല പൊസിഷനിലുണ്ട്. എന്നാൽ മറ്റു ചില ആൾക്കാർ അവരുടെ പ്രവർത്തനത്തിലെ അശ്രദ്ധ മൂലമാണ് പരാജയങ്ങളും ക്ലേശങ്ങളും ഒക്കെ വന്നുവിടും. അതിൻ്റെ പ്രധാന കാരണം സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ അങ്ങ് സ്നേഹിച്ച് വിശ്വസിക്കുക വഴി പല ചതിവുകളിലും ചെന്ന് ചാടുക. സാമ്പത്തികം കൊടുക്കൽ വാങ്ങലായാലും, ദാമ്പത്യ ജീവിതത്തിലെ അലോസരതകൾക്കുമൊക്കെ അങ്ങനെയുള്ള ചില സ്നേഹബന്ധങ്ങൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാകുവാൻ വളരെ എളുപ്പമുള്ള ഒരു നക്ഷത്രമാണ്. അതായത് മനുഷ്യഗണമാണ്. മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളും സ്നേഹവും സഹായ മനസ്കതയും ഒക്കെയുള്ള ഈ നക്ഷത്രക്കാർ ഇവർ പുരുഷ യോനി കൂടിയാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ അവരുടേതായ ഒരു തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയും കാണാറുണ്ട്. ഒരു എബിലിറ്റി, കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന അവസരത്തിലും പണം ചെലവഴിച്ച് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുക. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്നാൽ അവിടുത്തെ ചുമതല വഹിക്കുവാനൊക്കെ ഇവർക്ക് ഉത്സാഹമാണ്. ചുമതല ഏറ്റ്, ഉത്തരവാദിത്വം ഏറ്റ്, പരിശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഇവർക്ക് ധനം ലഭിക്കുകയില്ല. അതും ഒരു ന്യൂനതയാണ്. ഇങ്ങനെയുള്ള ഈ നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് കൊമ്പനാനയാണ്. കൊമ്പനാനയെ സംബന്ധിക്കുന്നിടത്തോളം നമുക്കറിയാം, ചില കാലഘട്ടത്തിൽ ആരെന്തു പറഞ്ഞാലും അങ്ങ് ചെയ്യും. എന്നാൽ ഇടഞ്ഞു കഴിഞ്ഞാലോ സ്ഥിതി കളം മാറി, ചവിട്ടിക്കൂട്ടി ദൂരക്കളി എന്ന് പറയുന്നത് പോലെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അടിമപ്പണി ചെയ്യാൻ പോലും ഇവർ തയ്യാറാവും. എന്നാൽ ഇവർക്ക് എന്താണ് അതിൽ നിന്ന് വേതനം കിട്ടുക? പരിഹാസമോ മറ്റ് ഏതെങ്കിലും മാനസിക ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് മനസ്സിലാക്കി ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവർക്ക് പിന്നെ എല്ലാം ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. അങ്ങനെയാണ് ആന തുമ്പിക്കൈ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും. അതുപോലെയാണ് ഏത് മേഖലകളിലും ഇവർക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ അലസരതകളോ
പിണക്കങ്ങളും ഒക്കെ അവർക്ക് മാറ്റിയെടുക്കുവാൻ തൻ്റേതായ സ്വതസിദ്ധമായ പ്രവർത്തനം കൊണ്ട് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടെന്ന് പറയുന്നത് പോലെ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് പ്രണയബന്ധം ഉണ്ടാക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു സവിശേഷതയുണ്ട്. ആരും കണ്ടാൽ ഒന്ന് നോക്കുന്ന ശരീരപ്രകൃതവും പെരുമാറ്റവും വസ്ത്രധാരണ രീതിയും മാന്യതയും ആവശ്യത്തിന് ധനവുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് എപ്പോഴും കടമൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ച് വ്യക്തിപരമായ ഒരു പ്രഭാവം കാണിക്കുവാൻ ഒരു വ്യക്തിത്വം ഉള്ള ഒരു നക്ഷത്രക്കാരാണ്. അതുവഴി മറ്റുള്ളവർ ആകൃഷ്ടരാകുക സ്വാഭാവികമാണ്. അങ്ങനെ ധാരാളം ജാതകങ്ങളും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യപൂർണമായ ഒരു നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും പാരമ്പര്യ രീതി അനുസരിച്ച്. അതായത് പാരമ്പര്യത്തിൻ്റെ ഗ്രഹം ഉച്ചം പ്രാപിക്കുന്ന രാശിയായ തുലാമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവം. അവിടെ ഭാഗ്യാധിപൻ നീചനാണ് എങ്കിലും രാശി മേടം രാശി അധികാരത്തിൻ്റെ ഭാഗ്യാധിപൻ്റെ ഉച്ചം ചെയ്യുന്ന രാശിയാണ്. പ്രണയം, ഏറ്റവും നല്ല പ്രണയം വന്നു ചേരുക, ഇതൊക്കെ ഇവരുടെ ഭാഗ്യം കൊണ്ടുത്തരുന്ന ചില ഘടകങ്ങളാണ്. ചഞ്ചലമായ മനസ്സായിരിക്കും, നല്ല ഉറച്ച മനസ്സ്. നേതൃത്വത്തിന് ശക്തമായ നേതൃത്വ പാഠവും ഉണ്ടായി. അതുപോലെ കാര്യം സാധിച്ച ശേഷം ഇവരെ മറ്റുള്ളവർ തള്ളിപ്പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നഷ്ടങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ഉത്സാഹമാണ്. അതുപോലെ തന്നെ പക്വതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും. ചില ആഡംബര കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് താല്പര്യം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അനാവശ്യമായ ധനം ചെലവഴിക്കുവാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര ധനം വേണമെങ്കിലും ചെലവഴിക്കുവാനും ഇവർക്ക് ഒരു മടിയുമില്ല. മറ്റൊരു കാരണം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവരവർക്ക് തന്നെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല എങ്കിലും സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് എതിരെ അനാവശ്യമായ വിവാദങ്ങൾ പടച്ചുവിട്ട് സ്വയം അതിൽ ഭാഗവാക്കാകുകയും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇവരുടെ പക്ഷി പുള്ളാണ്. ആഗ്രഹിക്കുന്ന കാര്യം അത് സ്വന്തമാക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സ്വതസിദ്ധമായി ജന്മസിദ്ധമായും ഒരു കഴിവ് തന്നെയുണ്ട്. ഇവരുടെ വൃക്ഷം നെല്ലിയാകയാൽ വളരെ പെട്ടെന്ന് അടുക്കുന്ന ചില ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. മുത്തവർ ചൊല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ നെല്ലിക്കായും ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും, അതിനുശേഷം വളരെ നല്ല രീതിയിൽ ഇടപെടുവാനും പെരുമാറാനും ഒക്കെ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. ഇവരുടെ രാശി മേടം രാശിയാണ്. മേടം രാശിക്കാരായ ഇവർക്ക് ദേവീക്ഷേത്രത്തിലും മുരുകൻ ക്ഷേത്രത്തിലുമൊക്കെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും വ്രതങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.